നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെ മരണപ്പെട്ട മേപ്പാടി സ്വദേശിനിയുടെ മൃതദേഹം കബറടക്കി. പുക ശ്വസിച്ചതാണ് മരണകാരണമെന്ന് ബന്ധുക്കളുടെ ആരോപണം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പൊട്ടിത്തെറി. ചികിത്സയിൽ കഴിയവെ മേപ്പാടി സ്വദേശിനി മരിച്ചത് പുക ശ്വസിച്ചെന്ന ആരോപണം. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് കുടുംബം. നസീറയുടെ മൃതദേഹം ഖബറടക്കി. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഈ വർഷത്തെ നീറ്റ് UG പ്രവേശന പരീക്ഷ നാളെ. വയനാട്ടിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 2300 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. പരീക്ഷ നടക്കുക മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട്. ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം. കരിങ്കാളിക്കുന്ന് സ്വദേശിയുടെ മൂരിക്കുട്ടിയെ പുലി കൊന്ന് ഭക്ഷിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ പ്രദേശത്ത് പുലി കൊലപ്പെടുത്തിയത് 3 വളർത്തുമൃഗങ്ങളെ. പുലിയെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധം. കനത്ത കാറ്റിലും മഴയിലും കാരാപ്പുഴയ്ക്ക് സമീപം വീടിന് മുകളിൽ മരം വീണ് 2 പേർക്ക് പരിക്ക്. പൂർണ്ണമായും തകർന്നത് പനമട അനിലിന്റെ വീട്. അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നും ആവശ്യം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെ മരണപ്പെട്ട മേപ്പാടി കോട്ടത്തറവയൽ പാറോളി നസീറയുടെ മൃതദേഹം ഖബറടക്കി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് 4:30ഓടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. മെഡിക്കൽ കോളേജിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് പുക ശ്വസിച്ചാണ് നസീറ മരണപ്പെട്ടതെന്നാണ് ആരോപണം. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിക്കിടെയാണ് മേപ്പാടി കോട്ടത്തറവയൽ സ്വദേശിനി 44-കാരിയായ നസീറ മരണപ്പെടുന്നത്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന നസീറ മരിക്കാനിടയായത് പൊട്ടിത്തെറിയെ തുടർന്നുള്ള പുക ശ്വസിച്ചാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇന്നലെ തന്നെ കുടുംബം ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിയും നൽകിയിരുന്നു. ചെമ്പോത്ര സ്വദേശിയായ നസീറ എന്ന് പറഞ്ഞവര് മിനിഞ്ഞാന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ICUയിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ മെഡിക്കൽ കോളേജിൽ നടന്ന ഷോർട്ട് സർക്യൂട്ട് മൂലം 5 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ തുടർ അന്വേഷണം നടത്തി എങ്ങനെയാണോ മരിച്ചത് എന്നുള്ളത് തെളിയിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് 4:30ഓടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. വൈകിട്ട് 6 മണിയോടെ മേപ്പാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. നസീറയുടെ മരണം പുക ശ്വസിച്ചല്ലെന്നായിരുന്നു ഇന്നലെ ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. മലനാട് ന്യൂസ്, കൽപ്പറ്റ. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ നാളെ നടക്കും. വയനാട്ടിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 2300 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് പരീക്ഷ നടക്കുക. വിദ്യാർത്ഥികളുടെ ദേഹപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയാണ് പരീക്ഷാ ഹാളിലേക്ക് കടത്തിവിടുക. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. നീറ്റ് പരീക്ഷയ്ക്ക് വയനാട്ടിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ച ശേഷമുള്ള 3ാമത്തെ പരീക്ഷയാണ് നാളെ നടക്കുന്നത്. കൽപ്പറ്റ മുണ്ടേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കാക്കവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മീനങ്ങാടി പോളിടെക്നിക് കോളേജ്, മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാനന്തവാടി ഗവൺമെന്റ് കോളേജ്, മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മേപ്പാടി താഞ്ഞിലോട് പോളിടെക്നിക് കോളേജ് എന്നിങ്ങനെ 7 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത്. പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം വയനാട്ടിൽ പൂർത്തിയായി. ഇത്തവണ 2300 പേരാണ് വയനാട്ടിൽ നിന്നും പരീക്ഷ എഴുതുന്നത്. കുട്ടികൾക്ക് സഹായകരമായി കൽപ്പറ്റ MLA T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സ്പാർക്ക് പദ്ധതിയുടെ ഭാഗമായി ടാർഗറ്റ് നീറ്റ് ക്യാമ്പസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനവും മോഡൽ പരീക്ഷയും സംഘടിപ്പിച്ചിരുന്നു. ടാർഗറ്റ് നീറ്റ് ക്യാമ്പസുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ഇതിലൂടെ സ്കോളർഷിപ്പ് കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മണ്ഡലത്തിലെ വ്യത്യസ്തമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അതിലൂടെ MLAയുടെ ഒരു സഹായ പിന്തുണ കൂടി ഇതിലേക്ക് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു സ്പാർക്ക് പ്രൊജക്ട് നടക്കുന്നത്. സ്കോളർഷിപ്പോടെയാണ് പരിശീലനം നൽകിയത്. കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുന്നതിനായി ഓൺലൈൻ ക്ലാസുകളും മോഡൽ പരീക്ഷയും സഹായകരമായതായും അധികൃതർ അറിയിച്ചു. മലനാട് ന്യൂസ്, കൽപ്പറ്റ.
ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം. കരിങ്കാളിക്കുന്നിൽ മൂരിക്കുട്ടിയെ പുലി കൊന്നു തിന്നു. പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ വനപാലകരെ തടഞ്ഞുവെച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ പുലിയെ പിടികൂടാനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന വനം വകുപ്പിന്റെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. 3 വളർത്തുമൃഗങ്ങളാണ് 3 ആഴ്ചക്കിടെ ചീരാൽ മേഖലയിൽ മാത്രം പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെയാണ് ചീരാൽ കരിങ്കാളിക്കുന്നിൽ പുലിയുടെ ആക്രമണമുണ്ടായത്. പ്രദേശവാസിയായ താവരിമല രാജേഷിന്റെ മൂരിക്കുട്ടിയെ പുലി കൊന്നു പാതി തിന്നു. നേരം പുലർന്നപ്പോഴാണ് വിവരം വീട്ടുകാർ അറിയുന്നത്. വീടിനോട് ചേർന്നുള്ള ആലയ്ക്കു സമീപമാണ് പാതി ഭക്ഷിച്ച നിലയിൽ മൂരിക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത്. പുലിയുടെ ആക്രമണം തുടർ സംഭവമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. ഇതിനായിട്ട് ഇന്നിപ്പോ രാജേഷ് എന്ന് പറയുന്ന കരിങ്കാളിക്കുന്നുള്ള രാജേഷ് എന്ന് പറയുന്ന ഒരാളുടെ പശുക്കിടാവിനെയാണ് പിടിച്ചത്. ഇവിടെ മേപ്പാട് റേഞ്ചിലെയും അതോടൊപ്പം തന്നെ മുത്തങ്ങ റേഞ്ചിലെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ റേഞ്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ പുലിയെ വെടിവെച്ച് കൊല്ലുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നാണ്. പുലിയെ പിടിക്കുകയോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യണമെന്നാണ് ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞ് അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താമെന്നവർ പറഞ്ഞിട്ടുണ്ട്. അതോടെ തന്നെ കോമ്പിങ് ഉൾപ്പെടെ നടത്തി പുലിയെ പിടിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പിലാണ് ഞങ്ങൾ ഇന്ന് പിരിഞ്ഞു പോകുന്നത്. സംഭവസ്ഥലത്തെത്തിയ തോട്ടാമൂല സെക്ഷനിലെ വനപാലകരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. പിന്നീട് മേപ്പാടിയിൽ നിന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലകരെത്തി നാട്ടുകാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പുലിയെ പിടികൂടാനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും പ്രദേശത്തെ പകലും രാത്രിയും പരിശോധന ശക്തമാക്കാനടക്കമുള്ള തീരുമാനങ്ങളാണ് ചർച്ചയിലുണ്ടായത്. നടന്നതിന്റെ സറൗണ്ടിങ്സ് ഏകദേശം 2 കിലോമീറ്ററിന്റെ സറൗണ്ടിങ്സ് നമ്മൾ ഇന്ന് ആറാട്ട് ടീമും അതുപോലെ തന്നെ മറ്റുള്ള ഫോറസ്റ്റ് ടീമും കൂടി ചേർന്നിട്ട് പരിശോധിക്കും. കോഡ് ഓൾറെഡി നേരത്തെ ഒരു കോഡ് ഇവിടെ സെറ്റ് ചെയ്തിരുന്നു. ആ കോഡ് എടുത്ത് വീണ്ടും റീസെറ്റ് ചെയ്യും. കാരണം ഇപ്പം പരിശോധനയിൽ നമുക്ക് അതിന്റെ റൂട്ടോ കാര്യങ്ങളോ കൃത്യമായി ബോധ്യപ്പെട്ടാൽ അവിടേക്ക് മാറ്റിയിട്ട് നമ്മൾ ആ കോഡ് റീസെറ്റ് ചെയ്യും. പിന്നെ മൂന്നാമത് കോമ്പൻസേഷൻ്റെ ആവശ്യമായിരുന്നു ഇവർ പറഞ്ഞത്. അത് ഓൾറെഡി വെറ്റിനറി ഡോക്ടർ പരിശോധിച്ച് കഴിയുന്ന റെക്കമെൻഡേഷൻ എന്താണോ ആ രീതിക്ക് അനുസരിച്ച് അതിന് കോമ്പൻസേഷൻ കൊടുക്കും. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ ചീരാൽ, നമ്പ്യാർകുന്ന്, വെള്ളച്ചാൽ എന്നിവിടങ്ങളിലാണ് 3 വളർത്തുമൃഗങ്ങളെ പുലി കൊന്നത്. കൂടാതെ ചീരാൽ മുരിക്കലാടിയിൽ 2 ആടുകളെയും പുലി ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ വനം വകുപ്പ് പുലിക്കായി കൂട് സ്ഥാപിച്ചുവെങ്കിലും കുടുങ്ങാതെ വളർത്തുമൃഗങ്ങളെ തുടർച്ചയായി പിടിക്കുന്നത് നാട്ടുകാരിലും ഭീതി സൃഷ്ടിച്ചിരിക്കുകയാണ്. മലനാട് ന്യൂസ്, ബത്തേരി. മഴയോടൊപ്പം എത്തിയ കാറ്റിൽ കൂറ്റൻ ഈട്ടിമരം കടപുഴകി വീണ് വീട് തകർന്നു. 2 പേർക്ക് പരിക്ക്. കാരാപ്പുഴ പനമട ചട്ടഞ്ചാലിൽ അനിലിന്റെ വീടാണ് പൂർണ്ണമായും തകർന്നത്. ഭാര്യ സിന്ധുവിനും സഹോദരന്റെ 5 വയസ്സുകാരിയായ മകൾക്കുമാണ് പരിക്കേറ്റത്. വീട് പുനർനിർമ്മിക്കാൻ അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ പെയ്ത മഴയോടൊപ്പം എത്തിയ കൊടും കാറ്റിലാണ് സമീപത്തെ കൂറ്റൻ ഈട്ടിമരം കടപുഴകി ഇവരുടെ ഷീറ്റിന് മുകളിലേക്ക് വീണത്. സിറ്റൌട്ട് ഭാഗത്തായി TV കാണുകയായിരുന്ന സിന്ധുവിനും സഹോദരപുത്രിക്കും പരിക്കേറ്റെങ്കിലും പരിക്ക് ഗുരുതരമല്ല. സഹോദരന്റെ കുടുംബമടക്കം ഈ സമയത്ത് 7 പേർ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും മറ്റുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലത്തെ മഴയത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വലിയ കാറ്റ് വരികയും അപ്പോൾ അപ്പുറത്തുള്ള ഈറ്റിമരം ഞങ്ങളെ വീട്ടിലേക്ക് വീഴുകയും ചെയ്തു. അപ്പോൾ അതിന് അടിയന്തരമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്തു തരണം. പിന്നെ ഒരു ഈറ്റിയും കൂടി ഉണ്ട് അവിടെ, അത് ഒന്ന് മുറിച്ചു മാറ്റാനുള്ള ഒരിതും കൂടെ ചെയ്തു തരണം. സമീപത്തായി മറ്റൊരു ഈട്ടിമരവും അപകടാവസ്ഥയിൽ തുടരുന്നുണ്ട്. രാജകീയ മരമെന്നറിയപ്പെടുന്ന ഈട്ടിമരം മുറിച്ചു മാറ്റണമെങ്കിൽ വനംവകുപ്പിന്റെയും പ്രകൃതി സംരക്ഷണ സമിതിയുടെയുമെല്ലാം അനുമതി ആവശ്യമാണെന്നതിനാൽ ഇത്തരം അപകടങ്ങൾ പ്രദേശത്ത് ഇനിയും ആവർത്തിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ഇത്തരത്തിൽ ദുരന്തമുണ്ടായിട്ടും പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ എത്താത്തതിൽ പ്രതിഷേധിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ബാബു, വാർഡ് മെമ്പർ സജീവ്, വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ മഴക്കാലത്ത് ഇനി ഒരുപാട് ഇതുപോലെയുള്ള വീട്ടിമരങ്ങൾ എല്ലാ വീടിന്റെയും പരിസരങ്ങളിലായിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് മുൻകരുതൽ എടുത്തുകൊണ്ട് സർക്കാരോ അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട അധികൃതരോ മുൻകരുതൽ എന്ന നിലയ്ക്ക് ഇത് മുറിച്ചു മാറ്റുകയും കമ്പ് ഇറക്കി മറ്റുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ച് നീക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കെട്ടുപണിക്കാരനായ അനിലിന്റെ ജീവിത സ്വപ്നമാണ് തകർന്നടിച്ചിരിക്കുന്നത്. ഈ നിസ്സഹായാവസ്ഥയിൽ കുടുംബത്തിനായി പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തി പുതിയ വീട് നിർമ്മിക്കുന്നതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, മീനങ്ങാടി. വാർത്തകളിലേക്ക്.
പനമരം പരക്കുനിയിലെ വാട്സാപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നുള്ള സംഘർഷം മധ്യസ്ഥത വഹിക്കാനെത്തിയ യുവാവിനും ഗുരുതരമായി പരിക്ക്. കാരിക്കുഴി വീട്ടിൽ ഷബിനാസിനാണ് തലയ്ക്ക് പരിക്കേറ്റത്. പനമരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരക്കുനി വെള്ളരി വീട്ടിൽ സലീമിനും കുടുംബത്തിനും ഇന്നലെ മർദ്ദനമേറ്റിരുന്നു. സംഭവത്തിൽ പരക്കുനി സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് പനമരം പരക്കുനിയിൽ പ്രദേശത്തെ പള്ളിയുടെ ഗ്രൂപ്പിൽ ബിരിയാണി ചലഞ്ചുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിലെ 2 യുവാക്കളുമായി തർക്കങ്ങൾ ഉടലെടുത്തത്. ഇത് ഉച്ചയോടെ പള്ളിയുടെ പരിസരത്ത് ഉന്തിലും തള്ളിലും എത്തിയതോടെ ഇവരെ പിടിച്ചു മാറ്റുന്നതിനിടയിലാണ് ഒരു യുവാവ് ഗ്രാനൈറ്റിന്റെ ഭാഗം കൊണ്ട് ഷബ്നാസിന്റെ തലയ്ക്കടിച്ചത്. ഉടൻ തന്നെ നാട്ടുകാർ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഷബ്നാസിനെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആ വലിയ ഗ്രാനൈറ്റിൻ്റെ കഷ്ണം വെച്ചിട്ട് എൻ്റെ ഈ തലയുടെ ഭാഗത്ത് മാരകമായി അടിക്കുകയാണ് ചെയ്തത്. 2 അടി അടിച്ചു, ഒന്ന് തട്ടി, ഒന്ന് എല്ലാവരും കൂടി പിടിച്ചു വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് പനമരം ലേഡീസിൽ പോയി, അവിടെ നിന്ന് പറഞ്ഞ് ഇവിടെ എടുത്തില്ല. അതിനുശേഷം കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ പോയി. അവിടെ നിന്നാണ് പിന്നെ ലിയോസ്കോയിൽ പോയത്. 8 സ്റ്റിച്ച് തലക്കുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഒരു 2 മണിയായ സമയത്ത് പെയിനായിട്ട് ഡോക്ടറെ ബന്ധപ്പെട്ടിട്ട് 1-2 മെഡിസിൻ തന്നിട്ടുണ്ട്. തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ ഷബിനാസിന് 8ഓളം സ്റ്റിച്ചുകളുണ്ട്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ സംഘർഷമുണ്ടാവുകയും മനഃപൂർവ്വം ആക്രമിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഷബിനാസും കുടുംബവും ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, പനമരം. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പ് പ്രൈമറി വിദ്യാലയങ്ങൾ മുതൽ ഹൈസ്കൂൾ വിദ്യാലയങ്ങൾ വരെ കുട്ടികളുടെ പഠന മികവ് ഉറപ്പാക്കുന്നതിനായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. എഴുത്തും വായനയും അറിയാത്ത കുട്ടികൾക്കായി പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ച് പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുകയുമാണ് ലക്ഷ്യം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പൊതുവിദ്യാലയങ്ങളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി. PTA, SRG, SMC തുടങ്ങിയ കമ്മിറ്റികൾക്ക് പുറമെ പൊതുജന പങ്കാളിത്തത്തോടെയാണ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. സ്കൂൾ ആരംഭിക്കുന്നതോടെ കുട്ടികളിലെ പഠന നിലവാരം അറിയുന്നതിനായി സേ പരീക്ഷ മാതൃകയിൽ പരീക്ഷ നടത്തും. തുടർന്ന് പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നടപടികളും ആരംഭിക്കും. ഇത്തവണ 8ാം ക്ലാസ്സിൽ നടപ്പിലാക്കിയ മാതൃകയിലാകും നടപടി. 8ാം ക്ലാസ്സിൽ മുഴുവൻ കുട്ടികളെയും വിജയിപ്പിക്കാതെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ മാറ്റം കുട്ടികളിൽ കണ്ടു തുടങ്ങിയതായി അധികൃതർ പറയുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ തന്നെ പദ്ധതി നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. പ്രൈമറി ക്ലാസുകളിൽ തന്നെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിലൂടെ വലിയ മാറ്റം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന വയനാട് ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ അക്വാ ടണൽ എക്സ്പോ നാളെ സമാപിക്കും. കൽപ്പറ്റ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ കഴിഞ്ഞ 1 മാസക്കാലത്തിലധികമായി നടന്നുവന്ന മേളയാണ് നാളെ സമാപിക്കുന്നത്. 10,000ങ്ങളാണ് പ്രദർശനം കാണാൻ എത്തിയത്. പരിപാടിയിലൂടെ വയനാടിന്റെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് ഉണ്ടായതെന്ന് സംഘാടകർ. 6 മാസക്കാലം നീണ്ടുനിൽക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ഫെസ്റ്റിന്റെ ഭാഗമായാണ് കൽപ്പറ്റ ബൈപ്പാസിന് സമീപത്തെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ അക്വാ ടണൽ ഫെസ്റ്റ് നടത്തിയത്. മാർച്ച് 27-ന് ആരംഭിച്ച പ്രദർശനം നാളെ വൈകിട്ട് സമാപിക്കും. ആഴക്കടലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള മത്സ്യങ്ങളുടെ പ്രദർശനവും മത്സ്യ കന്യകകളുടെ പ്രദർശനവുമാണ് ഒരുക്കിയിരുന്നത്. വിനോദ വിജ്ഞാന പരിപാടികളും വിപണന സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അതേപോലെ പിന്നെ കുറച്ച് ദിവസങ്ങളിൽ മഴ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ഒന്നും വകവെക്കാതെയുള്ള ജനങ്ങളുടെ ഒഴുക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഉണർവ് തന്നെയാണ്, തീർച്ചയായും ഉണർവ് തന്നെയാണ്. കാരണം ചൂരൽമല ദുരന്തത്തിന് ശേഷം ഇപ്പോൾ ഒരു ടൂറിസം ഒന്ന് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്തായാലും ഒരു ഉണർവ് തന്നെയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിരുന്നു. പിന്നെ തദ്ദേശീയരായുള്ള ആളുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1 മാസക്കാലത്തിലേറെ നീണ്ടുനിന്ന പ്രദർശനം കാണാനായി 10,000ങ്ങളാണ് ജില്ലയിലേക്ക് എത്തിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് മാന്ദ്യം നേരിട്ട ടൂറിസം മേഖലയുടെ ഉണർവിനും മേള സഹായകരമായതായി സംഘാടകർ പറഞ്ഞു. DTPCയുടെ കൂടി സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലനാട് ന്യൂസ്, കൽപ്പറ്റ.
കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായി രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി OR കേളു. കേരളത്തിൽ ഭാവിയിൽ സ്കൂളുകൾ ഉണ്ടാകുമോ എന്നറിയില്ലെന്നും ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സുൽത്താൻ ബത്തേരിയിൽ കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ 61ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സരാധിഷ്ഠിത മേഖലയിലൂടെയാണ് വിദ്യാഭ്യാസ മേഖല കടന്നുപോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങളിലൂടെ മുന്നോട്ടു പോകണം. എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികൾ കുറഞ്ഞു വരികയാണ്. ഡ്രോപ്പ് ഔട്ട് ഉണ്ടെങ്കിലും ജനസംഖ്യ കുറയുന്നതും ഇതിന് കാരണമാണ്. വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് അധ്യാപകരുടെ ജോലിയെയും ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ കേരളത്തിൽ സ്കൂളുകൾ ഉണ്ടാവുമോ? നമുക്ക് ജീവിച്ചിരിക്കുന്ന ചിലപ്പോൾ കാണുമായിരിക്കും. ഇപ്പോൾ ഒരു പുതിയ ഒരു രീതി ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് വരികയാണ്. എല്ലാം ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് വരണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായി നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലെ ചില മാറ്റങ്ങൾ അനിവാര്യമായി വരുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായി നമുക്ക് പൊതുവെ നിരീക്ഷിക്കുമ്പോൾ കാണാവുന്ന ഒരു കാര്യം. തൊട്ടടുത്ത് സ്കൂളുണ്ടെങ്കിലും അകലെയുള്ള സ്കൂളിൽ മക്കളെ അയക്കാനാണ് രക്ഷിതാക്കൾ ശ്രമിക്കുന്നത്. ഇതിന് പിന്നിൽ സ്കൂളുകൾ തമ്മിലുള്ള മത്സരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എയ്ഡഡ് മേഖലയിലെ നോൺ ടീച്ചിംഗ് സ്റ്റാഫുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാന സമ്മേളന ഉദ്ഘാടന ചടങ്ങിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് NV മധു അധ്യക്ഷനായിരുന്നു. IC ബാലകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ TK രമേശ്, വൈസ് ചെയർപേഴ്സൺ LC പൗലോസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോം ജോസ്, ഷിനോജ് പാപ്പച്ചൻ, PM സലീം, VI ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. മലനാട് ന്യൂസ്, ബത്തേരി. ഭിന്നശേഷി കുട്ടികൾക്ക് കൈത്താങ്ങുമായി യുണൈറ്റഡ് ഫാമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കോംപ്ലക്സിൽ നിർമ്മിച്ചു നൽകുന്ന ഗോൾഡൻ ബെൽസ് ബഡ്സ് സ്കൂളിന്റെ ശിലാസ്ഥാപനം MLA T സിദ്ദിഖ് നിർവഹിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ സഹോദരങ്ങളുടെ ഭിന്നശേഷിക്കാരായ മക്കൾക്കായി യുണൈറ്റഡ് ഫാമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹൃദയപൂർവ്വം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആർദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി സമാഹരിച്ച 20 ലക്ഷം രൂപ വകയിരുത്തി മേപ്പാടി ഗ്രാമപഞ്ചായത്ത് നൽകിയ സ്ഥലത്താണ് സംഘടന സ്കൂൾ നിർമ്മിച്ചു നൽകുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന തൊഴിലാളികളുടെ സംഘടനയാണ് UFPA. ആർദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടന നടത്തിയിട്ടുള്ളത്. സ്കൂളിന്റെ ശിലാസ്ഥാപന ചടങ്ങ് MLA T സിദ്ദിഖ് നിർവഹിച്ചു. ഈ പദ്ധതി ഇപ്പോൾ തറക്കല്ലിടുമ്പോൾ ഏറ്റവും പ്രതിസന്ധിയുടെ കാർഷിക വിളകളുടെ വിലയുടെ കാര്യത്തിൽ ഒരു പ്രതിസന്ധിയുടെ സമയത്താണ് അവർ തറക്കല്ലിടുന്നത്. പക്ഷേ എന്നെ അതിശയപ്പെടുത്തിയ ഘടകം അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയും ഇച്ഛാശക്തിയും. അത് അടിവരയിട്ടുകൊണ്ട് പറയാതെ ഈ വേദിയിൽ നിന്ന് പോകുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ബാബു അധ്യക്ഷത വഹിച്ചു. UFPA ചെയർമാൻ എമിൻസൺ തോമസ് പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, UFPA സംഘടനാ ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലനാട് ന്യൂസ്, മേപ്പാടി. കൂടൽക്കടവിൽ റോപ്പ് ഫെൻസിംഗ് തകർത്ത് കാട്ടാന. കൂടൽക്കടവ് പാൽവെളിച്ചം റോപ്പ് ഫെൻസിംഗ് 1 മാസത്തിനിടെ കാട്ടാനകൾ തകർക്കുന്നത് ഇത് 3ാം തവണ. ഫെൻസിംഗ് നിർമ്മാണത്തിൽ അപാകതയെന്ന് കർഷകർ. പാൽവെളിച്ചം മുതൽ കൂടൽക്കടവ് വരെ വനാതിർത്തിയോട് ചേർന്ന് 3.5 കോടി രൂപ മുടക്കി പ്രവൃത്തി പൂർത്തിയാക്കിയ റോപ്പ് ഫെൻസിംഗിന്റെ കൂടൽക്കടവിലുള്ള 12 മീറ്ററോളം ഭാഗമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് കാട്ടാനകൾ തകർത്തത്. തകർന്ന ഭാഗത്തൂടെ കൃഷിയിടത്തിൽ പ്രവേശിച്ച കാട്ടാന വലിയ നാശമാണ് വരുത്തിയത്. 2017 നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് പദ്ധതിക്ക് നിർമ്മാണാനുമതി ലഭിച്ചത്. റോപ്പ് ഫെൻസിംഗ് പൂർത്തിയായാൽ കൂടൽക്കടവ് മുതൽ പാൽവെളിച്ചം വരെയുള്ള പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ നാട്ടുകാരുടെ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തിയാണ് 1 മാസത്തിനിടെ 3ാം തവണ കാട്ടാനകൾ ഇത് തകർക്കുന്നത്. 2 ആഴ്ച മുൻപ് പാൽവെളിച്ചം ഭാഗത്ത് സമാന രീതിയിൽ കാട്ടാന ഫെൻസിംഗ് തകർത്ത് കൃഷിയിടത്തിൽ പ്രവേശിച്ച് കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. വനംവകുപ്പ് സ്ഥലത്തെത്തി അറ്റകുറ്റപ്പണികൾ നടത്തി. ഫെൻസിംഗ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്.
ഈ ഫെൻസിങ് ഒരു ശാശ്വതമായ പരിഹാരമല്ല. ഇവരിവിടെ ഗേറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഗേറ്റ് ഇട്ട് തന്നിട്ടില്ല. ഇവിടെ ഒരു 15-16 കർഷകരുണ്ട് കൃഷി ചെയ്യുന്നവർ, വയൽ കൃഷി. അതിലേക്ക് വണ്ടികൾ ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ലാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ മാസം ഒരു 15-20 ആകുമ്പോഴത്തേനും കൊയ്യാനായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഗേറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ എഗ്രിമെൻ്റൊക്കെ ചെയ്തിട്ടാണ് ഇവരന്ന് ഇത് വലിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അവരത് ചെയ്യാതെ അത് ബ്ലോക്കാക്കിയിട്ട് ഇവർ പോയതിന്. ഇതിനിടെ പ്രദേശത്തെ വയലുകളിലേക്ക് കൊയ്ത്തയന്ത്രത്തിന് പ്രവേശിക്കാത്ത വിധം ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാക്കിയതിലും പ്രതിഷേധമുണ്ട്. മലനാട് ന്യൂസ്, മാനന്തവാടി. കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 425, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 255, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 680, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 670, നേന്ത്രക്കായ കിലോയ്ക്ക് 40, ഇഞ്ചി ചാക്കിന് 1250, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 182, സ്വർണം പവന് 70,040, വെള്ളി ഗ്രാമിന് 107 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പൊട്ടിത്തെറി. ചികിത്സയിൽ കഴിയവേ മേപ്പാടി സ്വദേശിനി മരിച്ചത് പുക ശ്വസിച്ചെന്ന ആരോപണം. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് കുടുംബം. നസീറയുടെ മൃതദേഹം ഖബറടക്കി. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഈ വർഷത്തെ നീറ്റ് UG പ്രവേശന പരീക്ഷ നാളെ. വയനാട്ടിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 2300 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. പരീക്ഷ നടക്കുക മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട്. ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം. കരിങ്കാളിക്കുന്ന് സ്വദേശിയുടെ മൂരിക്കുട്ടിയെ പുലി കൊന്ന് ഭക്ഷിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ പ്രദേശത്ത് പുലി കൊലപ്പെടുത്തിയത് 3 വളർത്തുമൃഗങ്ങളെ. പുലിയെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധം. കനത്ത കാറ്റിലും മഴയിലും കാരാപ്പുഴയ്ക്ക് സമീപം വീടിന് മുകളിൽ മരം വീണ് 2 പേർക്ക് പരിക്ക്. പൂർണ്ണമായും തകർന്നത് പനമട അനിലിന്റെ വീട്. അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നും ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.